ചില മയ്യത്തിനെ അള്ളാഹു സംരക്ഷിക്കും. നിങ്ങൾ വിശ്വസിക്കേണ്ട. ഇപ്പോൾ പ്രസംഗത്തിൽ കേൾക്കുന്നൊന്നും ആരും വിശ്വസിക്കില്ല, കേൾക്കലേ ഉള്ളൂ. നിങ്ങളും വിശ്വസിക്കേണ്ട. പക്ഷേ കേട്ടേ നോക്കി, കാസർഗോഡ് ജില്ലയിൽ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കുട്ടീൻ്റെ മഹലായതുകൊണ്ടാണ് എനിക്കിത് വിശ്വാസം. 27 കൊല്ലം മുമ്പ് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ്റെ മയ്യത്ത് അതേപോലെ എന്ന് പറഞ്ഞാൽ ആ കഫന്തുണി ദ്രവിച്ചു, പക്ഷേ മയ്യത്ത് മരവിച്ചിരിക്കുന്നു, ഒന്നും പറ്റിയിട്ടില്ല. ചുക്കിച്ചുളഞ്ഞ് കാലൊക്കെ പോലെയുണ്ട്, പക്ഷേ ഒന്നും പറ്റിയിട്ടില്ല. ഉസ്താദല്ല, തങ്ങളല്ല, വലിയ ഉമറ പ്രമുഖനല്ല, ഒരു നാടൻ. അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് പറയാനുള്ള ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ, സുബഹി നിസ്കരിക്കാൻ അദ്ദേഹം പള്ളിയിലില്ലാത്ത ആർക്കും ഓർമ്മയില്ല. സുബഹി നിസ്കാരം നടക്കുമ്പോൾ അദ്ദേഹം പള്ളിയിലില്ലാത്ത ആർക്കും ഓർമ്മയില്ല. അവർ പറഞ്ഞ വാക്കാതാണ്. എന്നും പള്ളിയിൽ ഉണ്ടാകുന്നതല്ല, അയാൾ പള്ളിയിലില്ലാതെ ഒരു സുബഹി ആ മഹലിൽ കണ്ടവരില്ല. ഇമാമിന് അന്ന് ചായക്കടക്ക് കുറവന്നല്ലോ, നിസ്കാരത്തിന് ശേഷം കുടിക്കാനുള്ള കട്ടൻ ചായ ഒരു പാട്ടയിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പള്ളിയിൽ പോകുക. അത് വിശ്വസിക്കേണ്ട, കേട്ടാൽ മതി. കാരണം ഞാനത് വിശ്വസിച്ചില്ല, അവരോട് ചോദിച്ചാണ്. കാരണം 100 വാർത്തയിൽ 99.9 മല്ലി മസാലയിട്ട വാർത്തയായിരിക്കും, ഒന്നേ ശരിയാവുന്നുള്ളൂ. പക്ഷേ ഇത് ശരിയാണ് എൻ്റെ ബോധ്യത്തിൽ. ശരിയാണെന്ന് മാത്രമല്ല, 27 കൊല്ലം മുമ്പ് ഗൾഫിലായതിൻ്റെ പേരിൽ കാണാത്ത മോനെ ഇവർ വിളിച്ചു കൊണ്ടുവന്നു. ആ മഹല്ലുകാർക്ക് അത്യാവശ്യം വിവേകമുള്ളതുകൊണ്ട്, പുതിയ കാലമായതുകൊണ്ട് അതിങ്ങനെ വൈറലാക്കിയില്ല. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഏകദേശം 2021-2022 സമയത്ത്. പക്ഷെ അതൊരത്ഭുതമല്ല. വർഷങ്ങൾക്ക് ശേഷം മദീനയിലെ വെള്ളപ്പൊക്കത്തിൽ ജന്നത്തുൽ ബഖയിലും അല്ലാതെയും ഉള്ള കബറുകൾ പുറത്തു വന്നപ്പോൾ ഹദീസുകളുണ്ടല്ലോ. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ സംഭവത്തിൽ പ്രത്യേകിച്ച് കാണാം. അദ്ദേഹത്തെ അടക്കം ചെയ്ത ഉഹദ് ഷഹീദാണ്, ഉഹദിലെ ശുഹദാക്കളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തെ അടക്കം ചെയ്ത കബറിന്റെ മീതെയുള്ള മണ്ണ് നീങ്ങിയിട്ട് മയ്യത്ത് പുറത്തു വന്നപ്പോൾ യുദ്ധത്തിൽ വെട്ടേറ്റപ്പോൾ ഒലിച്ച ചോര അതേപോലെ സഹീഹുൽ ബുഖാരി വിശ്വസിക്കാത്ത ആൾ ഇതിന്റെ അകത്തുണ്ടാവില്ല, പുറത്തായിരിക്കും. ഉഹദിൽ വെട്ടേറ്റപ്പോൾ ചീറ്റിയ ചോര അതുപോലെ എന്ന് മാത്രമല്ല, ഇത് മോൻ കണ്ടു. ഇത് കിതാബിൽ ഹദീസ് സമാഹാരത്തിൽ വന്നു. പ്രവാചകൻ എന്ന് കഫൻ തുണി തികയാത്തതിന്റെ പേരിൽ കാലിന്റെയും തലയുടെയും ഭാഗത്ത് തുണി തികയുന്നില്ല, കാല് പുതച്ചാൽ തല പുതച്ചാൽ കാല് പുറത്ത്. അപ്പൊ ഇത് പുല്ല്, അത് വെച്ചിട്ടാണ് മദീനയിലെ പുല്ല് വെച്ചിട്ടാണ് കബറടക്കിയത്. ആ പുല്ലിന്റെ പച്ചപ്പ് പോലും അതുപോലെ. അപ്പൊ അള്ളാഹിനോട് ദുആ ചെയ്യേണ്ട സംഗതി ഇതൊക്കെ പെട്ടു. മരണപ്പെട്ട് കഴിഞ്ഞാൽ മണ്ണ് തിന്നാതെ ബാക്കിയാവുന്ന സംരക്ഷിക്കപ്പെടുന്ന മയ്യത്താകണം എന്നുള്ളതാണ്. അതിലൊക്കെ പെട്ടു. അതിൽ ഈമാൻ പെട്ടു, ഹിസാം പെട്ടു, തഖ്വ പെട്ടു, ഒക്കെ പെട്ടു. അത് നല്ല യോഗ്യത വേണം. അതാണ് ഉടൽ. ഇല്ലാതെ ഉടലിന് പ്രസക്തിയില്ല. ശുജായി വീണ്ടും ശുജായി, പൊട്ട നീ മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നോ ഒരു കൊട്ട, പെട്ടാലോ ചത്ത ചകമല്ലേ പൊട്ട, പറ നിന്നുടൽക്ക് മഹത്വം പൊട്ട. 4 വട്ടം പൊട്ടാന്ന് പറഞ്ഞു ശുജായി. അദ്ദേഹത്തിന്റെ കൊണ്ട് ഞാൻ പറയാം, അത് അദ്ദേഹത്തിന്റെ ശിഷ്യരോടുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്രയോഗമാണ്. പക്ഷെ അതിനേക്കാളും വലിയ സത്യം ഇവിടെ, പൊട്ട നീ മുൻതുള്ളി, നീ ആദ്യം നിന്റെ പിതാവിന്റെ ഒരു ബീജതുള്ളിയായിരുന്നു. പിതാവിന്റെ ഒരു മനുഷ്യനേറ്റവും സ്പർശിക്കാനോ അനുഭവിക്കാനോ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇന്ദ്രിയത്തുള്ളിയായിരുന്നു നീ. ഒരു ഘട്ടത്തിൽ അതാണ് പിൻതുള്ളി. പൊട്ട നീ മുൻതുള്ളി, പിന്നീട് ചോരക്കട്ട, പിന്നീട് നിന്റെ മാതാവിന്റെ ഗർഭാശയത്തിൽ നീ ഒരു സിക്താണ്ഡമായി രേതസ്കണം, പിന്നെ നീ ഒരു സിക്താണ്ഡമായി ഒരു മാംസകഷ്ണമായി മാറി, പിന്നെയോ കാട്ടം ചുമന്നോറ് കൊട്ട. പിന്നെ നിന്റെ യോഗ്യത നാട്ടുകാരെ മുഴുവൻ കാട്ടം ഒരു സെപ്റ്റിക് ടാങ്കിലെങ്കിൽ നീ തിന്നത് നിന്റെയും ഒരു ടാങ്കിൽ നീയും ഒരു സെപ്റ്റിക് ടാങ്ക്. അതാണ് ഈ പറയുന്നത്. പിന്നെ നീ കാട്ടം ചുമന്നോറ് കൊട്ട. പെട്ടാലോ ഈ കാട്ടം ചുമന്ന കൊട്ട പിന്നെ പെട്ടാലോ എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടാൽ, തീപ്പെട്ടാൽ ചത്ത ചകമല്ലേ പൊട്ട, പിന്നെ നീ ഒരു ശവമല്ലേ മനുഷ്യ, എന്തേ ചിന്തിക്കുന്നില്ല? നീ പറയണം നിന്നുടൽക്ക് മഹത്വം പൊട്ട. നിന്നുടൽക്ക്, നിന്റെ ശരീരത്തിന് മഹത്വം എന്ത് എന്ന് നീ പറ. ഉടൽക്ക് മഹത്വമില്ല, ആത്മാവിനെ മഹത്വമുള്ളൂ, ഉടൽക്ക് മഹത്വമില്ല. അതാണ് ഈ പറയുന്നത്. ഉത്സാരമോർത്താൽ ചുരുക്കുന്നു, ഉറങ്ങാമോ കാഠ മുഖക്കണ്ണടക്കുൽ, നീ നിന്റെ മുഖത്തെ കണ്ണും നടക്കുകയെങ്കിൽ തുറക്കട്ടമാടാ. നീ നിന്റെ മുഖത്തെ കണ്ണടക്കുമ്പോ അപ്പൊ തുറക്കും. എന്ത് തുറക്കുമെന്നറിയുമോ? നിന്റെ ഹൃദയം തുറക്കും. പൂട്ടിട്ട പഞ്ചപ്പിൽ അള്ളാഹു പൂട്ടിക്കളഞ്ഞ നിന്റെ പഞ്ചപ്പാകുന്ന നിന്റെ ഹൃദയത്തിനകത്ത് മുത്തുണ്ടു കാടാ. അതിനകത്താണ് മുത്തുള്ളത്, അതിനകത്താണ് വജ്രമുള്ളത്, അതിനകത്താണ് ഗോമേധമുള്ളത്, വൈഢൂര്യമുള്ളത്, അതിനകത്താണ് സ്ഫടികമുള്ളത്, രത്നമുള്ളത്, അതിനകത്താണ് മൂല്യമുള്ളത്, ഹൃദയത്തിനകത്ത്, ആത്മാവിനകത്ത്. അതിനെ കണ്ടെത്താനാണ് മജ്‌ലിസുൻ നൂർ, അത് കണ്ടെത്താനാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മൾ യാഥാർത്ഥ്യം ചിന്തിച്ചാൽ ദീന് മുഴുവനും വളരെ ശരിയാണ്. ഞാൻ ആ ഭാഗം തന്നെ ദുഃഖിപ്പിക്കുകയല്ല. മരണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊരു കാര്യം, അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഇവിടെ ഇരിക്കുമ്പോൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മൾ ഓർക്കണം. ഞാൻ എൻ്റെ ഇവിടെ ഈ നാട്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇവിടെ പുഴിത്തല, ഇവിടെ അവിടുത്തെ ആൾക്കാർ കുറച്ചുണ്ട്. ഇവിടെ എൻ്റെ ഉപ്പ കാലങ്ങളോളം, ഒരുപാട് കാലം, കൊല്ലങ്ങളോളം, എല്ലാ റമദാൻ 27 ഇവിടെ വയത് പറയലുണ്ട്, ദുആ ചെയ്യലുണ്ട്. ഉപ്പ മരണപ്പെട്ട് 5 മാസം. അള്ളാഹു എൻ്റെ ഉപ്പാക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. മറ്റ് ഞാൻ എൻ്റെ വാപ്പയെ ഓർക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ മരണപ്പെട്ട ഉമ്മയെ, വാപ്പയെ, ഉപ്പാപ്പയെ, ഉമ്മാമയെ, കുടുംബക്കാരെ ഓർക്കാനാണ്. മരണപ്പെട്ടവരുടെ മരണപ്പെടാത്തവരാണ് നമ്മൾ. മരണപ്പെട്ടു പോയവരുടെ മരണപ്പെടാത്തവരാണ് നമ്മൾ. അള്ളാഹു അവരോടൊപ്പം നമ്മളെ